ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിന്ന് താത്തന്ന് വന്നിരിക്കുന്നത് ചിക്കൻ മന്തി ഉണ്ടാക്കാനാട്ടോ. ചിക്കൻ മന്തി നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ വീഡിയോസിൽ ഇട്ടതാണ് യൂട്യൂബിൽ. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ നമ്മൾ ദിവസേന ഓരോ ഇങ്ങനെ കാണിക്കണ്ടല്ലോ, ഇവിടെ മെസ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പിന്നെ മന്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പം മന്തി എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരാച്ച ഒന്ന് സബ് കൊടുക്കാത്തവരാച്ച ഒന്ന് പ്ലീസ് ഒന്ന് സബ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് വീഡിയോയിലിട്ട് പോവാം. അപ്പം മുത്തുമണികളെ, ഞാനിതാ ചിക്കനൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉപ്പും സുർക്കയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടിച്ചാൽ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മാഗി ക്യൂബ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുരുമുളകും ചെറിയ ജീരകവും പാടെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എരിക്കനുസരിച്ച് അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കളറിന് കാശ്മീർ ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കളറിന് അതിട്ട് കൊടുക്കണം കേട്ടോ, എരി ഉണ്ടാവില്ല. എരി കുരുമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മാഗിയിൽ ഉപ്പ് നന്നായിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കണത് അല്ലേ, ഈ മാഗി ക്യൂബിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ മന്തി ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. എല്ലാവർക്കും പറഞ്ഞാൽ അത് കൊടുത്തവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ പിന്നെ നിങ്ങൾ മന്തി തന്നെ ഉണ്ടാക്കും. ബിരിയാണിനേക്കാൾ നല്ലത് മന്തിയാണ് പറഞ്ഞിട്ടോ. ഒരു ദിവസം ഞാനിതിൻ്റെ മുന്നേ ഒരു ബീഫ് മന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ചിക്കൻ മന്തിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് മന്തി. അപ്പോൾ ബീഫ് ഇവിടെ നല്ല ബീഫ് കിട്ടണമെങ്കിൽ മാർക്കറ്റിലേക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ദിവസം ഇപ്പോൾ വെറും ചോറല്ലേ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി കൊടുത്തിട്ടത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും വെള്ളവും ആ മാഗി ക്യൂബൊക്കെ നന്നായിട്ട് ഇതിൽ. ഇനി നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കനിലൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരമുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഞാനിത് മിക്സ് ആക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും കേട്ടോ. അത് കാരണമാണ് ഞാൻ അത് കാണിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇതൊന്ന് വെക്കണം കേട്ടോ. അങ്ങനെ ചിക്കനിൽ നന്നായിട്ട് ഉപ്പും പുളിയും ചെറുനാരങ്ങയൊക്കെ പൊടിക്കട്ടെ. പിന്നെ ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. പണികളെ, നമുക്ക് മന്തി ഉണ്ടാക്കാൻ ചിക്കൻ അവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി. അപ്പം ഞാൻ എല്ലാവരും മന്തി ഉണ്ടാക്കണ പോലെയല്ല, എൻ്റെ മന്തി വെറൈറ്റി മന്തി കേട്ടോ. വെളുത്തുള്ളി നമുക്കൊരു 2 തക്കാളി, നല്ല തക്കാളി പഴുത്ത് നോക്കിയിട്ട് അത് മിക്സറെ ജാറിൽ അത് ഇട്ട് കൊടുക്കുക. നമ്മളെ ഇമ്പ്രൂവ്മോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അതാണ് ആ സംസാരം അതിൻ്റെ ഉള്ളിൽ കൂടെ കേൾക്കുന്നത്. ബീറു ഓക്കേടാ, സോറി ബീറു ഇക്കല്ലേ. ബീറുവിനെ എപ്പോഴും ഇമ്പ്രൂവ് എന്നാണ് വിളിക്കണം. നല്ല രസമല്ലേ, ഒരു കൊഞ്ചലിൻ്റെ ഒരു ഭാഗമാണല്ല ഇമ്പ്രൂവ് എന്ന് വിളിക്കൽ. നല്ല മോളാണ് വമ്പത്തി, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് അതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിക്ക് വേറൊന്നുമില്ല, എരിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ബീറു സംസാരിക്കാൻ കേട്ടോ അതിൽ കുറച്ച്. അപ്പോൾ ഐസ്ക്രീം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം തിന്നാൽ പല്ല് പൊട്ടിപ്പോകുന്നോട് പറയുന്നത് അത് ശരിയാണെന്നുള്ളതൊന്ന് കമൻറ്റ് പറയണ്ടോ. ഇതാക്കാൻ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഗ്രാമ്പു
പിന്നെ 2 ബേ ലീഫ്, ഏലക്കായ ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അടുത്ത് പട്ട കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടയുടെ പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക. പട്ട കഴിഞ്ഞിരിക്കുക. നിങ്ങളുടെ കയ്യിൽ പട്ട ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊന്ന് നല്ല മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചില്ലേ തക്കാളി, വെളുത്തുള്ളി അത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മന്തി എത്ര പ്രാവശ്യം ഞാൻ കുറേ പ്രാവശ്യം നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് സ്പൂണ് പിന്നെ നമ്മൾ 2 ചിക്കൻ്റെ മാഗി അതിലേക്ക് ഇങ്ങനെ പൊടിച്ചിടാം കേട്ടോ. കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ തക്കാളിയുടെ പച്ച മണക്കം വന്നിട്ട് പോട്ടെ കേട്ടോ. ഇവിടെ ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് നിരത്തി കൊടുക്കുക. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ വേവാൻ തരത്തിലുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ പിന്നെ 2 ട്രിപ്പായിട്ടാണ് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ തക്കാളി ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരച്ച് കൊടുക്കുമ്പോൾ ഇപ്പം തന്നെ ഒരു മന്തിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വീതം ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെള്ളം ഇപ്പുറത്തെ അടുപ്പത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ. തിളച്ചിട്ടില്ല. അപ്പോൾ ഇനിയിത് കൂടുതൽ സമയം നിന്നാൽ ഇത് ഫുള്ളും വറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം ഇനി നമുക്കിത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് 1 അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു രസം ഒന്ന് ആയിട്ടുണ്ട്. എനിക്കത് മറിച്ചിട്ട് കൊടുക്കട്ടോ. മറ്റേ ബോർഡ് ഇതേപോലെ ആയാൽ നമുക്ക് നമ്മളെ ചിക്കന് പിന്നെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ കുതിരാൻ വെച്ച അരിയാണ് കേട്ടോ. അപ്പം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് നമ്മളെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി വന്ന് ചിക്കനും കൂടി എടുത്തിടാം.
മക്കളെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ കയ്യിൽ ഒരു കഷ്ണം ക്യാപ്സിക്കനും ഉണ്ടായിരുന്നു, കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതില്ലാതെ ഞാൻ വെക്കലിട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായി നോക്കുമ്പോൾ ഞാൻ ഇട്ടത് മാത്രം കേട്ടോ. ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇട്ടാലും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ ഇട്ടത് മാത്രം കേട്ടോ. ഇത് നന്നായി ചെറുതായിട്ട് വേണം ഇത് ഒന്ന് കൊടുക്കാൻ. ചെറുതാക്കി കൊത്തിയിരുന്നിട്ട് കൊടുക്കുക. ചോറേ വെള്ളം വറ്റിക്കണം നോക്കാം കേട്ടോ. ചോറ് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ ചെറിയ തീയിലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം എന്നാലാണ് നന്നായിട്ട് നല്ല മയത്തിന് പോവുള്ളൂ. വെള്ളമൊക്കെ വറ്റി ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പം ചെറിയ തീയിലാക്കിയിട്ട് ഒന്ന് നിരത്തിച്ചു അങ്ങനെ ഒപ്പാക്കി കൊടുക്കട്ടോ. നമുക്ക് 2 ചാർക്കോൾ എടുത്തിട്ട് കത്തിക്കട്ടോ. പോവടാണ്ടേ ഒന്ന് കത്തട്ടെ. കത്തണ സമയം കൂടി നമ്മൾ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. നമുക്ക് മന്തി അവിടെ ദമ്മാണ് സമയം കൊണ്ട് നമുക്ക് മൈദയ്ക്കുള്ള മയോണൈസ് ഉണ്ടാക്കട്ടോ. അപ്പോൾ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ ചെറുനാരങ്ങ വേണം ഒരു മുറി, കുറച്ച് ചെറുനാരങ്ങയും വേണം, പിന്നെ എണ്ണയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുട്ട ഒന്ന് പൊട്ടിച്ചിടാം. പിന്നെ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് നിന്ന് അടിച്ച് വരാം. ഇപ്പോൾ 2 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം. ഒരു പുളിക്കനുസരിച്ച് ചെറുനാരങ്ങ ഒഴിച്ചെടുത്താൽ കേട്ടോ. എന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്നും കൂടി അടിച്ച് വരാം. പോകട്ട് കൊടുക്കാം കേട്ടോ. നോക്കാം. മന്തിയൊക്കെ വെന്ത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കന് ഓരോന്നായിട്ട് ഇതിലേക്ക് 4 പുറത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചട്ടിയിലത്തെ എണ്ണയോട് കൂടെ തന്നെ ഒഴിക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ചിക്കൻ്റെ മസാല, ഇങ്ങനെ എണ്ണയോട് കൂടെ തന്നെ ഇതിൻ്റെ 4 പുറം ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ചിക്കൻ്റെ എല്ലാ മണവും നമ്മൾ ചോറിലേക്ക് ഇങ്ങോട്ട് വരുള്ളൂ. ഇതിൻ്റെ നടുഭാഗം കുറച്ച് സ്ഥലം ഇവിടെ ഒഴിച്ചിട്ടാൽ നമുക്ക് പോകട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതായിട്ടൊരു ചെറുതായിട്ടൊരു പാത്രം ഇവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കത്തിച്ചിട്ടില്ലേ ചാർക്കോള്, നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് മൂടി വെക്കട്ടോ. ഭാരമുള്ളത് എന്തെങ്കിലും ഒന്നുകൊണ്ട് കയറ്റിച്ചാൽ. അപ്പോൾ നമ്മുടെ മയോണൈസിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടില്ലേ, അപ്പോൾ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കട്ടോ എണ്ണ. ഒന്നുകൂടി 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്നുകൂടി കട്ടയാകാൻ തണുക്കാനും വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ തക്കാളി ആ മിക്സർ ജാറിൽ തന്നെ 2 തക്കാളി എടുക്കുക, ചെറുതായി ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് 2 കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിച്ചപ്പ് ഇതിലുണ്ട് കേട്ടോ, അതൊന്നിലേക്ക് ഇടാം.
പിന്നെ ഇത് എരിയില്ലാത്ത മുളകാണ്. 4 മുളകട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വെള്ളമൊന്നും കൂട്ടാണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ. ഞാൻ പറഞ്ഞ ബാക്കി വെച്ച ചെറുനാരങ്ങയുടെ മൈനസിന് എടുത്തതിൻ്റെ ബാക്കി ചെറുനാരങ്ങയുടെ കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ തക്കാളിയും മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ അടിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചട്നി അപ്പോൾ ഇങ്ങനെ ചതക്കാൻ പാടുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മന്തി പുകയൊക്കെ ഇട്ട് മേലേക്ക് ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ ഇതിന്ന് മാറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഈ ചിക്കൻ്റെ മേലത്തെ മസാലയൊക്കെ അടിയിലേക്ക് നന്നായി ഇറങ്ങി വരുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ മന്തി നല്ല രുചികരമായ മന്തി, ഒരു ചോറ് തൊടാത്തൊരു മന്തിയാണ് കേട്ടോ. അതിപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മന്തി വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാവും മക്കളെ.